പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച മലയോര സംരക്ഷണ യാത്ര പൂർണ്ണ പരാജയം എന്നാണ് വിലയിരുത്തൽ. ജാഥ പ്രയാണം നടത്തുന്നതിനിടെ പ്രിയങ്ക ഗാന്ധിയും കെ സുധാകരനും നടത്തിയ പ്രസ്താവനകൾ വി ഡി സതീശന് വൻ തിരിച്ചടിയാണ്. ജാഥയിൽ ഒരിടത്തും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്തതും സതീശന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതായി. UDF മന്ത്രിസഭയുടെ കാലത്ത് വനസംരക്ഷണത്തിനായി നിലനിന്ന വി ഡി സതീശന്റെ ഇരട്ടത്താപ്പായിരുന്നു മലയോര സംരക്ഷണ ജാഥ. ജനുവരി 27-ന് കണ്ണൂരിൽ ആരംഭിച്ച ജാഥ ഈ മാസം 5-നാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. ജാഥ നടക്കുന്ന സമയങ്ങളിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ജാഥയിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ജാഥ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളെയും പൂർണ്ണമായി തള്ളിപ്പറയുന്നതായിരുന്നു പ്രിയങ്കയുടെ നിലപാട്. This animal-man conflict over here is a really big issue. And I think everybody is making whatever possible effort it is. However, it's a big issue, it's a complicated issue, there are many different factors. There are certain things for which CSR funds can also be raised. I will try my best to raise those funds also and help. And most importantly, I think the funds that are coming from the center. So they need much more funding to be able to do the mitigation properly. So I will obviously raise that in Parliament and with whoever I can raise it with. ജാഥ തുടങ്ങും മുമ്പേ തന്നെ കെ സുധാകരൻ നടത്തിയ പ്രസ്താവന സംസ്ഥാന സർക്കാരിന്റെ ഈ വിഷയത്തിലെ നിലപാട് അംഗീകരിക്കുന്നതായിരുന്നു. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആന അകത്തേക്ക് കടന്നുപോയി. കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് വാങ്ങി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി മണ്ണ് നേത്തി ആന അകത്ത് കയറി ആന പോയി. ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പോലും വി ഡി സതീശൻ മിണ്ടിയില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് വനഭേദഗതി നിയമം സംസ്ഥാന സർക്കാർ പിൻവലിച്ചത്. ഭേദഗതി നിയമം പിൻവലിച്ചിട്ടും എന്തിനായിരുന്നു സതീശന്റെ ഇങ്ങനെയൊരു യാത്ര എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. ഇത് മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, പാർട്ടിയിൽ പോലും വില നഷ്ടപ്പെടുന്ന വി ഡി സതീശന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ജാഥയെന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.